സ്വാഗതം. ഇന്ന് ഈ മൺപത്തിലെ തേനീച്ചക്കൂട് എടുക്കാൻ പോവാണ്. വളരെ എളുപ്പത്തിൽ നല്ല തെറ്റാണ്, നല്ലപോലെ ഈ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ പൊത്തൊന്നും നമുക്ക് കഴിക്കണ്ട, ഈ വെറുതെ തന്നെ വന്നതാണ്. നമ്മൾ പിടിക്കാൻ പോവുകയാണ്. പിടിക്കുന്ന ഓരോ വിധവും പറയാം. അത് നമ്മൾ പൊത്ത് വലുതാക്കണമാണ്, വലുതാക്കേണ്ട ആവശ്യമില്ല, വലുതാക്കിയതാണ്. അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എളുപ്പമായി, പണി എളുപ്പമായി. പിന്നീട് നമ്മൾ അടകൾ ഓരോന്നും കണ്ടിച്ചെടുത്തിട്ട് നമ്മുടെ റാട്ടുകമ്പുകളിലേക്ക് ഇതിലേക്ക് കെട്ടിക്കൊടുക്കും. അങ്ങനെ 3 കമ്പ് കെട്ടിക്കൊടുത്താൽ മതി, ഒത്തിരി കെട്ടിക്കൊടുക്കണ്ട, ചൂടാവും ഇത് വെച്ചാൽ. അങ്ങനെ 3 കമ്പ് കെട്ടിക്കൊടുത്ത് ഇങ്ങനെ അതിലേക്ക് വെച്ച ശേഷം ഈച്ചകൾ നമ്മൾ വാരി ഇതിലേക്ക് ഇടുന്നു. വാരി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് റാണി കിട്ടും. റാണി കിട്ടിയാൽ ഭാഗ്യം, കിട്ടിയാൽ നമ്മൾ ഇതുപോലെ റാണി കേജിലാക്കി മുകളിൽ വെച്ചാൽ മതി. റാണി കേജിലായിട്ട് മുകളിൽ വെച്ചാൽ മതി. ഒരു ദിവസം വെച്ചേക്കാണെങ്കിൽ അവർ പോവുകയില്ല. ഇനി കിട്ടിയില്ലേ കൊണ്ട് വിഷമിക്കുകയും വേണ്ട. നമ്മൾ വാരുമ്പോൾ നമ്മുടെ കൂട്ടിലേക്ക് തേനീച്ചകൾ വന്നിരിക്കും. റാണിയും വന്നിരിക്കും. റാണി ഇതിൽ കൊണ്ട് മുഴുത്തതാണ്. റാണി കരിഞ്ഞൊടിൻ്റെ റാണിയാണ്, ഒത്തിരി തേനുള്ളതാണ്. അടകളൊക്കെ ഉണ്ട്. നമ്മൾ പിടിച്ച് ഈ കൂട്ടിലേക്ക് വെക്കാൻ പോവുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കിട്ടും. പിന്നെ നമ്മൾ അടകളെല്ലാം ചെത്തിയെടുക്കാൻ പോവാണ്, നമ്മുടെ ഫ്രെയിമിലേക്ക് കെട്ടാൻ പോവാണ്. ഇങ്ങനെ കണ്ടിച്ച് എടുക്കണം മുകളിൽ നിന്ന്. വേരൊക്കെ ഉണ്ട്, ആ വേരൊക്കെ മാറ്റി അതൊക്കെ ഒഴിവാക്കിയിട്ട് ശേഷമാണ് കണ്ടിക്കേണ്ടത്. കണ്ടിച്ചെടുക്കുക. അധികം അടയ്ക്ക് ഡാമേജ് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ മൺപൊടി അധികം പറ്റാതെ നോക്കണം. അങ്ങോട്ട് ചേർത്ത അടകളുണ്ട്, അത് കണ്ടിച്ചെടുക്കുകയായിരുന്നു. തേനുണ്ട്, തരാ കൊടുക്കും. വേരുണ്ട്, വേരിനെ ഒഴിവാക്കി നമ്മൾ കണ്ടിച്ചെടുക്കുന്നു. അല്ല, വലിയ അടകളാണ് പേതിയിരിക്കുന്നത്. അടകൾ പറഞ്ഞാൽ വലിയ അടകളാണ്. പോവാണ് പ്രകൃതിയിലാകുമ്പോൾ ഇഷ്ടംപോലെ അടകളുണ്ട്. അടുത്തത് ഇങ്ങനെ കട്ട് ചെയ്യാൻ പോവാണ്. ലാസ്റ്റ് അടയാൻ തോന്നുന്നു. ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. മണ്ണിലാകുമ്പോൾ ഇഷ്ടംപോലെ ഭയങ്കര നീളത്തിലാണ് അട കെട്ടിരിക്കുന്നത്. നമ്മൾ ഇച്ചിരി സാവകാശ ക്ഷമയോടെ അത് കട്ട് ചെയ്യണം. ഇച്ചിരി വേദനിപ്പിക്കാതെ നമ്മൾ ചെയ്യണം. തീർന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് അട, വലിയ അടകളാണ്. ഇത് നമ്മുടെ ഫ്രെയിമിലേക്ക് കെട്ടാൻ പോവുകയാണ്. കെട്ടിക്ക് നമുക്ക് കൃത്യം അളവിൽ കിട്ടും. കൃത്യ അളവിൽ നമുക്ക് ഇങ്ങനെയാണ് മുറിക്കുന്നത്. എന്നിട്ട് നമ്മൾ കെട്ടുന്നു. കുറച്ച് നമ്മൾ നേരത്തെ എടുത്തൊക്കെയാണ് ഏറ്റവും നല്ലത്. 3 ഫ്രെയിം വെച്ചാൽ മതി. ഈച്ച കയറി ഇരിക്കാൻ സൗകര്യം വേണ്ടിയാണ്. ഒത്തിരി വെച്ചാൽ ആക്രാന്തം നമ്മൾ ഒത്തിരി കയറി വെച്ചാൽ ഈച്ചകൾക്ക് ഇരിക്കാൻ വലിയ പാടാണ്. അതിന് ഇടയില്ലാതെ ഇപ്പോൾ സ്പേസ് ബാക്കി കെട്ടി ഉണ്ടാക്കണം. തന്നെ കെട്ടി ഉണ്ടാക്കിയാലേ അത് ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ബാക്കി അടകളെ ഒഴിവാക്കുകയാണ്. ബാക്കി അടകളെ നമ്മൾ തേനായിട്ട് മാറ്റുകയാണ്. ഇങ്ങോട്ട് പുഴുവറകളാണ്. നമ്മൾ ഹണിച്ചെമ്പൽ കൊടുത്താൽ അവർ വിരിയിച്ചോളും, വെറുതെ കളയണ്ട. അപ്പോൾ നമ്മുടെ ചേട്ടന് കൊടുക്കാം. അരിച്ചെടുക്കണേ. ഇത് പ്രകൃതിയിൽ നിന്ന് എടുത്ത തേനാണ്. ഇത് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് പിഴിഞ്ഞാൽ ആ വൃത്തിയിടാം. അപ്പടി പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് പിഴിഞ്ഞ് കുറുക്ക് പോലാക്കുക. എന്നിട്ട് നല്ല തോർത്ത് പോലുള്ള സാധനം, നല്ല വെള്ള തോർത്ത് പോലുള്ള സാധനത്തിൽ അതിലിങ്ങനെ കെട്ടിയിട്ട് ഈ മുഴുത്ത പാത്രമുണ്ട്, ഈ വാവട്ടുള്ള പാത്രത്തിൽ കെട്ടി കയറുകൊണ്ട് കെട്ടി മുകളിൽ വെച്ചിരിക്കുക. ചെറുതേ വെക്കുന്ന പോലെ. വെയിലത്ത് പതുക്കെ തേൻ തന്നെ ഊറി നല്ല തേൻ മാത്രമായിട്ട് കിട്ടും. വാരി ഇടുന്നു, ഇങ്ങനെ ഇടുന്നു, വാരി ഇടുന്നു. പിന്നെ പുകച്ചതിൻ്റെ ബാക്കിയുള്ളവരെ പുറത്താക്കിയിട്ട് അവർ ഈ പെട്ടി നേരെ മുകളിലോട്ട് കെട്ടിയിടും, തൂക്കിയിടും. അപ്പോൾ അതിലേക്ക് ഈച്ചകളെല്ലാം അവിടെ
കയറിപ്പോകും. കാരണം ഭൂരിഭാഗം ഈച്ചകൾ ഇതിനകത്തായി. അതുകൊണ്ട് നമ്മളിന്ന് പുകയ്ക്കാൻ പോവുകയാണ്. പുറത്ത് ചാടും, ഇനി പെട്ടിക്കകത്തോട്ട് കയറിക്കോളും. നമ്മളിവിടെ തൂക്കിയിടുന്നു. തൂക്കിയിടുമ്പോൾ മറ്റേ ഈച്ചകൾ ഓടിങ്ങോട്ട് പറന്ന് വരും. ശകലയായിരുന്നു നേരെ താഴെയാണ്, അവിടുത്തെ ഈച്ചകൾ ഇങ്ങോട്ട് പറന്ന് വരും. സ്മോക്കർ നമ്മളുണ്ടാക്കുകയാണ്. ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ടേ പുകയ്ക്കാവുള്ളൂ, അല്ലെങ്കിൽ തേനീച്ചകളുടെ ചിറകുകൾക്ക് ഡാമേജ് ഉണ്ടാകും. നമ്മൾ ഒത്തിരി പുകച്ചു കഴിഞ്ഞാൽ തേനീച്ചയുടെ ചിറകുകൾ കരിഞ്ഞു പോകും, പോകുന്നുണ്ട്. അതുകൊണ്ട് ഗ്യാപ്പ് ഇട്ട് നമ്മൾ പുകയ്ക്കണം. നമ്മൾ പെട്ടി നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏകദേശം എല്ലാം തേനീച്ചകളെല്ലാം കയറി. ഇനിയിപ്പോൾ നമ്മൾ ഇവരെ ശാന്തരാക്കി ഒരു ചാക്കിനകത്ത് കയറ്റി കൊണ്ടുപോവുകയാണ്. രാത്രി എടുത്തുകൊണ്ട് പോകുന്നത് 6-7 മണിയാകുമ്പോൾ എടുത്തുകൊണ്ട് പോകുന്നത് നല്ലത്. അതുവരെ നിൽക്കാനുള്ള സമയമില്ല, എനിക്ക് ഒത്തിരി ദൂരെയാണ്. അതുകൊണ്ട് ഇതിനെ കൊണ്ടുപോവുകയാണ്. കൂടി നമ്മുടെ കാറിനകത്താക്കി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു 6-6:30 ആകുമ്പോൾ നമ്മൾ സ്ഥലത്ത് വെക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സഹകരണമാണ് എൻ്റെ ചാനലിൻ്റെ വിജയം.